ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ. പീഡാനുഭവവും ഉത്ഥാനവും 1-ാം പ്രവചനം. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞന്മാർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വിധിക്കപ്പെടുകയും 3 ദിവസത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയുവാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശ്വാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ എന്തു പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പാപം നിറഞ്ഞ അവിശ്വസനീയമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ രചിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. ഇന്നത്തെ സുവിശേഷം പീഡാനുഭവവും ഉത്ഥാനവും പ്രവചനം എന്ന ഈ തലക്കെട്ടിൽ യേശുവിൻ്റെ ഉത്ഥാനത്തെ പറ്റി ശിഷ്യന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി പറയുന്നു. യേശു പറയുവാണ്, നിന്റെ ചിന്തയും പ്രവൃത്തിയുമെല്ലാം മാനുഷികമാണ്. സാത്താനെ, നീ ദൂരെ പോകൂ. ഈശോയുടെ വചനങ്ങളെ എതിർക്കുവാൻ അല്ലെ അത് മാറ്റിവെക്കുവാൻ പത്രോസ് ഒരുപക്ഷെ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ യേശു അതിനെയൊന്നും കണക്കാക്കാതെ തൻ്റെ ശിഷ്യഗണത്തിനെ മൊത്തം തന്നോട് അടുത്തേക്ക് ചേർത്ത് വിളിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്നു. യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ അവിടെ ധാരാളം ആളുകൾ കൂടുകയും പരിശുദ്ധ ദൂതന്മാരോടൊപ്പം വരുമ്പോൾ നിങ്ങൾ ലജ്ജിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. ഈശോ വീണ്ടും പറയുന്നു, ആരെങ്കിലും എനിക്ക് വേണ്ടിയോ എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയോ നിങ്ങളുടെ സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ ഞാൻ അത് രക്ഷിക്കുമെന്ന് ഈശോ ആവർത്തിച്ചു പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം? നാം എന്തൊക്കെ നേടിയാലും, എത്രയെത്ര സുഖങ്ങൾ അനുഭവിച്ചാലും, എത്ര സമ്പാദ്യങ്ങൾ, മണിമാളികകൾ കെട്ടി ഉയർത്തിയാലും നിന്റെ ആത്മാവിനെ നിനക്ക് നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്തു പ്രയോജനമെന്ന് നമ്മുടെ ഈശോ ചോദിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുക. ഈ പീഡാനുഭവ ദിവസങ്ങളിൽ യേശുവിൻ്റെ വചനങ്ങളെ ഓർത്ത് ധ്യാനിക്കുവാൻ നമുക്ക് കിട്ടിയ ഒരു വലിയൊരു വചനമാണ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനമെന്ന് നമുക്ക് ഈ വചനത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ കുരിശിൻ ചൂട്ടിൽ കൈകൾ കൂപ്പി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ കുടുംബത്തെ എല്ലാവിധ ആപത്തിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, മ്ലേച്ഛ ജീവിതത്തിൽ നിന്നും രക്ഷിക്കണമേ. എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ, എൻ്റെ കുടുംബത്തെ നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും ഇടയാകരുതേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തെ കാത്തു പരിപാലിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.